രാമ 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 കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണാമൃതത്തില് നമ്മള് 14-ാം സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഭരതരാഘവ സംവാദമാണ്. ഭരതൻ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയുന്ന വാക്യങ്ങൾ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് പറയുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തഥൈവ ശ്രുതം.
പ്രീതനായിട്ട് കാനനം വാഴുകെന്ന് താതന്റെ നിയോഗത്താൽ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് 14 സംവത്സരം. അതൊക്കെ നീ മനസ്സിൽ ഉറപ്പിക്കുക. പിതൃവാക്യമാണത്, അത് ലംഘിക്കാൻ പാടില്ല. അങ്ങനെ ലംഘിക്കുന്നവൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ബോധ്യപ്പെടുത്തുന്നു. രാജ്യം നിനക്കു എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. അതുകൊണ്ട് രാജ്യം നിനക്ക്, വിപിനം എനിക്ക്. ഇതിന് വിപരീതമായി കഴിഞ്ഞാൽ സത്യവിരോധം വരും എന്നൊക്കെ പറഞ്ഞുകൊടുത്തു. തന്നിഷ്ടം പോലെ മനുഷ്യൻ ചെയ്യാൻ പാടില്ല. ധർമ്മം എന്നതൊന്നുണ്ട് ഈ ലോകത്തില്. നമുക്ക് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. തന്നിഷ്ടം പോലെ തനിക്ക് തോന്നുന്നത് ചെയ്യുന്നവര് താന്തോന്നികൾ, തോന്നിവാസികളാവുന്നത് ശരിയല്ല. ധർമ്മം എന്നൊന്നുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ മതമല്ല, വിശ്വാസമല്ല, അന്ധവിശ്വാസമല്ല, മനുഷ്യനെ വിഭജിക്കുന്നതല്ല. ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം കൊണ്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന എന്താണ്? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകക്കും സുഖദുഃഖ കാരണം. പൂർവജന്മ കർമ്മമാണ് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത്. ഈ ജന്മത്തിലേത് മാത്രമല്ല. ഈ ജന്മത്തിലേതും കുറച്ചൊക്കെ തള്ളുന്നുണ്ടാകാം. എങ്കിലും ഒരു കൊച്ചുകുട്ടി മുതൽ ദുഃഖം അനുഭവിക്കാൻ കാരണം പൂർവജന്മത്തിലെ ആ ജീവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പിന്നീട് ഇതാ ഇവിടെ കുറെ ഉപദേശങ്ങളാണ്. എന്താ ഉപദേശം? ഭരതന് സമാധാനാവുന്നില്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല എന്ന് മനസ്സിലായപ്പോഴ് ഭരതനെ ഉപദേശിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യായി. അപ്പോ ഭരതൻ എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോവില്ല, ഭരണം നടത്തില്ല. ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായിട്ട് സുമിത്രാത്മജനെ പോലെ ലക്ഷ്മണനെ പോലെ പിന്തുടരും. അതിനനുവദിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ സാധിക്കില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഈ കാനനത്തിന് ഇരിക്കാൻ പറ്റില്ല, ഇവിടെ പറ്റില്ല എന്നാണെങ്കിൽ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല. ഞാൻ ഉപവാസങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിത്യേന ഉപവാസം അനുഷ്ഠിച്ച് ദേഹത്തെ ഉപേക്ഷിക്കും. സംശയമില്ല, ദൃഢനിശ്ചയാണ് എന്നങ്ങനെ പറഞ്ഞ് നിർബന്ധ ബുദ്ധിയോടുകൂടി ഉപവാസത്തിന് വേണ്ടി ദർഭ വിരിച്ച്, ഇവിടെ കിഴക്കോട്ട് ദർഭ വിരിച്ച്, ഞാൻ ഇനി ഇവിടെ ഒന്നുമില്ല, പ്രായോപവേശം എന്നാണ് പറയുക, മരണം വരെ ജലപാനം പോലുമില്ലാതെ ഒരു വ്രതം അനുഷ്ഠിക്കും. ഭാഗവതത്തിലൊക്കെ പരീക്ഷത്തിന്റെ കഥയിൽ പറയുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ ജീവനെ ഉപേക്ഷിക്കുമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുന്ന സമയത്ത് ആ നിർബന്ധ ബുദ്ധി കണ്ടപ്പോഴ്, ആ ഭ്രാതൃസ്നേഹം കണ്ടപ്പോഴ്, ആ ധർമ്മബുദ്ധി കണ്ടപ്പോഴ്, ആ രാജധർമ്മത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഭരതനെ കണ്ടപ്പോൾ തൽബോധനാർത്ഥം നയനാനന്ദ സംജ്ഞയാൻ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോടു ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. ഇവിടെ ഇത്രയും ദൃഢനിശ്ചയത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. വസിഷ്ഠരുണ്ടല്ലോ കൂടെ, കുലഗുരു
ഒന്ന് പറഞ്ഞ് നേരെയാക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠരോട് കണ്ണുകൊണ്ട് രാമസ്വാമി ആംഗ്യം കാണിച്ചപ്പോൾ, കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ വസിഷ്ഠന് കുലഗുരു വന്ന് അനേകം ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. മനുഷ്യൻ അസ്വതന്ത്രനാണ്. പൂർവജന്മ കർമ്മമാണ് മനുഷ്യനെ പിടിച്ചു വലിക്കുന്നത്. കൂട്ടമെല്ലാം നമ്മൾ പിരിയും, എപ്പോഴും ഒരുമിച്ചുണ്ടാവണം എന്നില്ല. ഒരു ഉയർച്ചയുണ്ടോ എങ്കിലൊരു താഴ്ചയുണ്ട്, ഒരു കുന്നുണ്ടോ എങ്കിലൊരു കുഴിയുണ്ട്, രാവുണ്ടെങ്കിൽ പകലുണ്ട്, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, പിന്നെ വെളുപ്പുണ്ടെങ്കിൽ കറുപ്പുണ്ട്, കായ് പഴുത്താൽ പഴങ്ങൾ താഴെ വീഴും, ദ്വന്ദ്വങ്ങള് രാവ് പകല്, ഇരുട്ട് വെളിച്ചം, കുന്ന് കുഴി, ദുഃഖം സുഖം, ജന്മം മരണം തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ ലോകത്തില് ദ്വന്ദ്വങ്ങളുള്ളത് അതൊക്കെ ഈശ്വര സങ്കല്പമാണ്. ദ്വന്ദ്വാൻ ഈശ്വര ലീലയാ. ജനിച്ചാൽ മരിക്കും, ജനിച്ചാൽ മരണം തീർച്ച, ഉണ്ടായത് നശിച്ചിടും, ഉദിച്ചത് അസ്തമിച്ചിടും, വന്നു ചേർന്നത് കൈവിടും. ഉറപ്പാർന്ന അറകള് കാലാന്തരത്തിൽ പൊട്ടിപ്പൊളിയുന്നില്ലേ? അതുപോലെ പൊട്ടിപ്പോവും ജീവിതത്തിലും. ഇതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അതിശ്രേഷ്ഠമായ വസിഷ്ഠന്റെ ഉപദേശങ്ങൾ കേട്ടപ്പോ ഭരതന് അയോധ്യാപുരിക്ക് ചെന്നിട്ട് നീ എല്ലാവരോടും കൂടി ചേർന്ന് അയോധ്യാപുരിയിലേക്ക് പോവുക, അവിടെ വസിക്കുക. ദേവിയും 7 സംവത്സരം 14 വർഷം കഴിഞ്ഞാൽ രാവണനെയൊക്കെ വധിച്ചിട്ട് തിരിച്ചു വരും കേട്ടോ, ഒന്നും പരിഭ്രമിക്കേണ്ടതില്ല എന്നൊക്കെ ഗുരു വാക്യങ്ങള് അരുളി ചെയ്തപ്പോഴ് അത് മുഴുവൻ കേട്ട് വിസ്മയം കൈക്കൊണ്ട്, മനസ്സിൽ വിസ്മയം വളർന്ന് ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപത്ത് ചെന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ, യാവത്തവാഗമം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവാൻ. അങ്ങയുടെ ആ പാതുകങ്ങള് അടിയന് തരണം. വസിഷ്ഠ കുലഗുരുവിൽ നിന്ന് രാമതത്വമാണ് മനസ്സിലാക്കിയത്. രാമനാകുന്നത് നാരായണൻ വരൻ. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഭൂമി പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ച, ആ മാനുഷാകാരത്തിൽ അവതരിച്ച പൂർണ്ണ ബ്രഹ്മസ്വരൂപനാണ് ശ്രീരാമചന്ദ്രസ്വാമി. ഗുരുവചനം കേട്ട് വിസ്മയം പൂണ്ട ഭരതൻ ഭക്തിയോടുകൂടിയിട്ടാണ് രാമനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നത്. എന്താ പറയുന്നത്? അങ്ങയുടെ പാതുകങ്ങൾ എനിക്ക് തരൂ, രാമന്റെ പാതുകങ്ങൾ, ആ മെതിയടികൾ എനിക്ക് തരൂ. പാദബുദ്ധിയ, അത് അങ്ങയുടെ പാദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ പാതുകങ്ങളെ സേവിച്ചുകൊണ്ട് അങ്ങയുടെ ദേവദേവനായിട്ടുള്ള അങ്ങയുടെ ആഗമനം വരെ, തിരിച്ചുവരവ് വരെ അത് സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് രാമന്റെ പാദം ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് മെതിയടി തന്നാലും അങ്ങ് തിരിച്ചെത്തുന്നത് വരെ 14 വർഷം കഴിയുന്ന ആദ്യ ദിവസം മന്വബ്ധപൂർണേ പ്രഥമ ദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. പ്രതിജ്ഞയാണ്. മന്വബ്ധപൂർണം ഈ 14 വർഷം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം
അടുത്ത ദിവസം പ്രഥമ ദിനം, ആ മത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങ് വരുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു ദിവസം കാത്തു നിൽക്കും. പിറ്റേ ദിവസം ഞാൻ അഗ്നി ജ്വലിപ്പിച്ച്, രാവിലെ അഗ്നി ജ്വലിപ്പിച്ച് വന്യയിൽ ചാടി മരിക്കും, അഗ്നിയിൽ ചാടി മരിക്കും. സത്യം സത്യം എന്നങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ഭരതൻ ഈ സമയത്ത് രക്ഷയില്ലാതെ ശ്രീരാമചന്ദ്രസ്വാമി പാദുകം നൽകുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. താപസവേഷം ധരിച്ച് ഭരതൻ ആ ദുഃഖത്തോടുകൂടി, ശത്രുഘ്നനോടുകൂടി, വ്രതത്തോട് കൂടി ഈ പാദുകവും എടുത്തുകൊണ്ട് നന്ദിഗ്രാമത്തിൽ ചെന്നിട്ട് ആനന്ദത്തോടുകൂടി ജഗദ്വാസികളോടൊപ്പം അവിടെയാണ് പിന്നീട് താമസിച്ചത്. അയോധ്യയിലേക്ക് തിരിച്ചു പോയില്ല. പാദുകം സിംഹാസനത്തിൽ വെച്ച് രാഘവ പാദങ്ങളാണ്, രാമപാദമാണ് എന്ന് ഉറപ്പിച്ച് ഗന്ധപുഷ്പാദികൾ കൊണ്ട് ആ രാമപാദത്തെ പൂജിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആലിന്റെ പാല് കൊണ്ട് ജട പിരിച്ച് ഗോമൂത്രത്തിൽ യവം പുഴുകി കഴിച്ചുകൊണ്ട് നിലത്ത് കിടന്നുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയിട്ടാണ് ഭരതൻ രാമന് വേണ്ടിയിട്ട് പ്രതിപുരുഷനായിട്ട് രാമന്റെ പാദുകങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് 14 വർഷം രാജ്യം ഭരിച്ചത് എന്നുകൂടി ഈ സന്ദർഭത്തില് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ഒരു സന്ദർഭമാണ് ഇവിടെ വിശേഷിച്ച് വർണ്ണിക്കുന്നത്. പിന്നീട് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയും ബന്ധുക്കള് അന്വേഷിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വനവാസം നടക്കില്ല എന്ന് തീരുമാനിച്ചു. ചിത്രകൂടത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള തീരുമാനം ലക്ഷ്മണനോട് കൂടി ആലോചിച്ച് അറിയിച്ചു. ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പ്രവേശിച്ചത്. ആ അത്രി മഹർഷിയും അനസൂയ ദേവിയുമാണ് അവിടെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അങ്ങനെ സീതയ്ക്ക് അനസൂയ വിശ്വകർമാവ് നിർമ്മിച്ച അതിവിശേഷപ്പെട്ട പട്ട്, കുണ്ടലം ഇതൊക്കെ നൽകുന്നു. അംഗരാഗവും ഒക്കെ നൽകി സതി അനസൂയ വേണ്ടത്ര അനുഗ്രഹം ചൊരിഞ്ഞു. സന്തോഷത്തോടു കൂടിയിട്ട് അന്യോന്യം പരിചയപ്പെട്ടുകൊണ്ട് ആണ് അത്രി ആശ്രമത്തിൽ ചെന്നത്. ആ ആതിഥ്യ മര്യാദകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി വലിയൊരു സത്സംഗമാണ്, ജന്മസാഫല്യമാണ് ശ്രീരാമനെ കാണാൻ സാധിച്ചത്. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും പട്ടും നൽകി. കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൻ. അങ്ങനെ സന്തോഷത്തോടുകൂടി ആതിഥ്യ മര്യാദകൾ സ്വീകരിച്ച് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ അരണ്യകാണ്ഡത്തിലേക്ക് എത്തുകയാണ്. അരണ്യത്തിലേക്ക്, അതായത് ഇടതൂർന്ന ശ്രേഷ്ഠമായ വനത്തിലേക്ക്, ഘോര അരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു, മഹാ അരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു.
അവിടെയുണ്ടായ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത സുദിനത്തിൽ അനുസ്മരിക്കാം. ഇവിടെ ഭരതന്റെ ആ ഭാവം, ഭരതൻ രാഘവനുമായിട്ട് ചെയ്ത സംഭാഷണം, ഇവിടെ ശ്രേഷ്ഠമായ ചില ഉപദേശങ്ങൾ, വസിഷ്ഠ ഉപദേശങ്ങളൊക്കെ നമുക്ക് അനുസ്മരിക്കാം. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്ന് അറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. വിശേഷപ്പെട്ട രാമതത്വത്തെക്കുറിച്ച് ഭംഗിയായിട്ട് വസിഷ്ഠൻ ഉപദേശിച്ചു. അത് ബോധ്യപ്പെട്ട സമയത്ത് ഭരതനിത നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ രാമപാതുകത്തിന് വേണ്ടി കേഴുന്ന രംഗം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ. യാവൽ തവാഗമനം ദേവദേവമേ താവൽ ദേവാനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന്നു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ച് ഉത്ഥായ വന്ദിച്ചു ചൊന്നാൻ. സഗദ്ഗതം മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ചു വന്ഹിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ. പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെ ചിന്തിച്ചു ചിന്തിച്ച് അനുദിനം ഭക്തിയാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു
മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. ഈ സമയത്താണ് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചിത്രകൂടത്തിൽ വെച്ച് ഇനിയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അത്രി മഹർഷി അനസൂയയൊക്കെ കാണുന്ന രംഗവും ആരണ്യകാണ്ഡത്തിലേക്കും നമ്മൾ കടക്കുകയാണ്. ഭഗവാന്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഭവിഗദായകം പാപനാശകം ഭവസമീഡിതം യസ്യ നാമതം പവനസൂനുനാ സേവിതം സദാ ദശരഥാത്മജം രാമമാശ്രയേ നിശിചരദ്വിഷം കീർത്തിചന്ദ്രിക ശിശിരതാഖില ക്ഷോണിമണ്ഡലം അശരണാവന പ്രീണനവ്രതം ദശരഥാത്മജം രാമമാശ്രയേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.